കേരളത്തിലെ കോൺഗ്രസിൽ അപ്പോൾ ഈ ഒരു പശ്ചാത്തലം വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഫ്രിക്ഷനുണ്ട്. കോൺഗ്രസ് പാർട്ടിക്ക് കുറച്ചും കൂടിയൊക്കെ സീറ്റുകൾ ലഭിക്കുകയും മറ്റേ ഇവർ ജയിച്ചിരുന്ന കുറച്ചും കൂടി ഭൂരിപക്ഷത്തിലായിരുന്നെങ്കിൽ കുറച്ചും കൂടി സ്റ്റേബിളായിട്ട് ഭരിക്കാമായിരുന്നു. കാര്യം ശരിയാണ്, ഇതിപ്പോൾ ഒരുപാടുണ്ട്. പക്ഷേ ഇതിൽ ഞാൻ വിചാരിച്ചിരുന്നത് ഈ സീറ്റ് കുറയുമ്പോൾ ജനങ്ങളൊരു അടി കൊടുക്കുന്ന രീതിയിലാണ് വിജയം കൊടുത്തത്. അപ്പം എല്ലാവർക്കും ഒന്ന് ഒതുങ്ങും, അത്യാവശ്യം അതിൻ്റെ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്ന വിചാരിച്ച്. പക്ഷേ എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ ഇത്രയും സീസൺഡ് പൊളിറ്റീഷ്യൻസ് ആണെന്ന് പറയുന്ന ആൾക്കാരുടെ പേരൊന്നും പറയുന്നില്ല. അവരാരും ഈ ജനങ്ങളുടെ മാൻഡേറ്റ് മനസ്സിലാക്കിയിട്ടില്ല. അവരുടെയൊക്കെ വെച്ചാൽ ഞങ്ങൾക്ക് എത്ര കിട്ടും അത് പിടിച്ചു വാങ്ങുക എന്ന തരത്തിലേക്ക് കേരള രാഷ്ട്രീയത പതിക്കുന്നു. അപ്പോൾ ഒരു സമ്മർദ്ദത്തിന്റെ രാഷ്ട്രീയം തന്നെ തീർച്ചയായിട്ടും ഈ സമ്മർദ്ദത്തിന്റെ രാഷ്ട്രീയമുണ്ട്. അത് യഥാർത്ഥത്തിൽ അത് വികസനത്തിനുള്ള ബഹുദൂരം അതിവേഗം ബഹുദൂരം എന്നുള്ള ഉമ്മൻചാണ്ടിയുടെ ആവേശത്തെ കെടുത്താതിരുന്നാൽ നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്ന് മാത്രമല്ല, ഉമ്മൻചാണ്ടി പറഞ്ഞു ഞാൻ ഒത്തുതീർപ്പുകൾക്കില്ല എന്ന് പറഞ്ഞു. 5 മന്ത്രിസ്ഥാനം ലീഗ് പ്രഖ്യാപിച്ചു, മാണി സാറ് 3 ഇത് ചോദിക്കുന്നു. ഇതിനിടയിൽ വികസനത്തിനൂന്നി ഫോക്കസ് ആയിട്ടുള്ള ഒരു രീതിയിൽ ഉമ്മൻചാണ്ടിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമോ ഇല്ലയോ? തീർച്ചയായിട്ടും അത് തന്നെയാണ് ഏറ്റവും വലിയ ചോദ്യം. ശ്രീ ഹരിയസ് കർത്ത, താങ്കൾ എങ്ങനെ കാണുന്നു ഈ ശ്രീ പി ജെയിംസ് ഇവിടെ പറഞ്ഞ ഈ സാമുദായിക സംഘടനകളുടെ ഈ സമ്മർദ്ദം? ഒരർത്ഥത്തിൽ അത് വലതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ UDFന്റെ മാത്രം പ്രശ്നമല്ല, ഇത് എക്കാലത്തും ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ശരിക്കും ഈ സമ്മർദ്ദം പുതിയ സർക്കാരിന്റെ ഭരണത്തെ അല്ലെങ്കിൽ മുമ്പോട്ടുള്ള പോക്കിനെ ബാധിക്കുമോ, നെഗറ്റീവായി ബാധിക്കുമോ? സാമുദായിക സമ്മർദ്ദ ഗ്രൂപ്പുകൾ ഈ സർക്കാരിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെ ബാധിക്കും എന്നുള്ളത് 24 മണിക്കൂറുകൾക്കുള്ളിൽ കഴിഞ്ഞൊരു കാര്യമാണ്. എന്താണ് ഇന്നലെ നടന്നത്? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഏകപക്ഷീയമായി ഒരു മന്ത്രിയെ കിട്ടുന്നു. ആ മന്ത്രിയുടെ വകുപ്പ് സ്വയം തീരുമാനിക്കുന്നു. അത് പത്രസമ്മേളനം നീക്കുകയാണ്. ഒരു മന്ത്രിസഭയെ സംബന്ധിച്ചിടത്തോളം ആ മന്ത്രിസഭയിലെ അദ്ദേഹത്തിൻ്റെ ശബ്ദവുമായി ബന്ധപ്പെട്ട് ചില സാങ്കേതിക തകരാറുണ്ടെന്ന് തോന്നുന്നു. ശ്രീ AP അബ്ദുള്ളക്കുട്ടി, ഇവർ രണ്ടുപേരും പറഞ്ഞത് രാഷ്ട്രീയമല്ല, കുറേയൊക്കെ നിഷ്പക്ഷമായ ഒരു രാഷ്ട്രീയ നിരീക്ഷണമാണ്. ഈ ഘടകകക്ഷികൾ മാൻഡേറ്റ് പോലും മനസ്സിലാക്കാത്ത സീസൺഡ് പൊളിറ്റീഷ്യൻസ് ആണ് UDFിലുള്ളതെന്നാണ് ശ്രീ ജെയിംസ് പറയുന്നത്. എങ്ങനെ പ്രതികരിക്കും? ജെയിംസ് പറഞ്ഞതിനോട് വ്യക്തിപരമായി എനിക്കും യോജിപ്പുണ്ട്. കാരണം ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ കേരളത്തിലെ ഒരു നല്ല ഭരണം, അഥവാ ഭൂരിപക്ഷം നേരിയതാണെങ്കിലും UDFനെ ഭരിക്കാനാണ് ജനങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ളത്. ഈ നാട്ടിലൊരു നല്ല സൽഭരണം വേണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ പ്രതീക്ഷക്കൊത്ത് UDFലെ ഘടകകക്ഷികൾ ആ വികാരം മനസ്സിലാക്കി പരസ്പരം സഹകരിച്ച് പോകണം എന്നുള്ള ഒരു അഭിപ്രായം തന്നെയാണ് വ്യക്തിപരമായി എനിക്കുള്ളത്. പക്ഷേ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ചെറിയ തർക്കങ്ങൾ, ഡെപ്യൂട്ടി സ്പീക്കറുടെ സംബന്ധിച്ച് അല്ലെങ്കിൽ മന്ത്രിനെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലെ ഒരു സ്ഥിരം ചർച്ചയാണ്. അതിന് നമ്മൾ ഭയങ്കര ബേജാറാണ്ട് കാര്യമൊന്നുമില്ല. അതൊക്കെ ചർച്ചയിലൂടെ, ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹരിക്കുമെന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് അതിൽ നമ്മൾ വലിയ ആശങ്കപ്പെടേണ്ടതില്ല. ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു വലിയ ശക്തി എന്ന് എനിക്ക് തോന്നുന്നത് CPMൻ്റെ ദൗർബല്യമായിരിക്കുമെന്നുള്ളതാണ്. അതിലൊരു പ്രധാന സംഗതി എന്ന് പറയുന്നത്, ഇപ്പോൾ CPMനകത്ത് VSും പിണറായിയും തമ്മിലുള്ള ആഭ്യന്തര സംഘർഷങ്ങളും ഒരുപക്ഷെ അവരുടെ പാർട്ടി സമ്മേളനം വരുന്നതോടുകൂടി അതൊരു കലാപമായി കത്തിപ്പടരാൻ പോവുകയാണ്. പാർട്ടിയുടെ അധികാരം അത് വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ആ ഖജാന പിടിക്കാൻ, ആ സംഘടനാ സംവിധാനം പിടിക്കാനുള്ള തർക്കങ്ങളും കുഴപ്പങ്ങളൊക്കെ അപ്പുറത്ത് ഇതിനേക്കാൾ വലിയ തോതിൽ വരാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഗവൺമെൻറ്റിലുള്ള ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം, പക്ഷെ അവർ ഭരണത്തിലില്ല, അത് ഒരുപക്ഷെ കേരളത്തെ ബാധിക്കുന്ന രീതിയിലാവണമെന്നില്ലല്ലോ, അത് പാർട്ടിയെ മാത്രം ബാധിക്കുന്ന. കാരണം ഇപ്പോൾ ഭരണത്തിൽ നിലനിൽക്കുന്ന പാർട്ടിയുമല്ല, മുന്നണിയുമല്ല. അത് മാത്രമല്ല 13ാം കേരള നിയമസഭയിൽ ഏറ്റവും വലിയ കക്ഷി CPM ആണ്. അതും താങ്കൾ ഓർക്കുന്നില്ലേ? CPM സത്യത്തിൽ അവർ ഏറ്റവും നല്ല ഒരു മത്സരം കാഴ്ചവെച്ച് അവർ നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനേക്കാൾ വലിയ തിരിച്ചടി അവർക്ക് ജനങ്ങളുടെ നിന്ന് കിട്ടുമെന്നൊക്കെ നമ്മൾ കരുതിയിരുന്നു. പക്ഷെ അതല്ല, അതിനകത്ത് ഒരുപാട് ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ട്. അവർക്ക് ആദ്യ ദിവസം തന്നെ പ്രതിപക്ഷ നേതാവിനെ കേന്ദ്രം പറഞ്ഞിട്ടും തീരുമാനിക്കാൻ കഴിഞ്ഞിട്ടില്ല, അല്പം സമയം എടുക്കേണ്ടി വന്നു. അപ്പം അങ്ങനെ കുറേ പ്രശ്നങ്ങൾ അതിലുണ്ട്. മറിച്ച് ഇപ്പുറത്ത് UDFിലുള്ള പ്രശ്നങ്ങൾ
ഇത് അങ്ങനെ നമ്മൾ അല്ല, ജനങ്ങളുടെ ഒരു മാൻഡേറ്റ് ഇവർ ആ സന്ദേശം ഇവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ലേ? പല നേതാക്കന്മാരും തോൽക്കുകയും അല്ലെങ്കിൽ പലരുടെയും ഭൂരിപക്ഷം കുറയുകയും ജയിച്ചു എന്ന് സാങ്കേതികമായി പറയാമെങ്കിലും നേരത്തെ ശ്രീ ജെയിംസ് പറഞ്ഞ പോലെ നല്ലൊരു അടി ജനങ്ങളുടെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുണ്ട്. ആ സന്ദേശം എന്തുകൊണ്ട് ഉൾക്കൊള്ളാൻ ഇത്രയും സീനിയറായ നേതാക്കന്മാർക്ക് സാധിക്കുന്നില്ല എന്നൊരു സംശയം സ്വാഭാവികമല്ലേ? അല്ല, ഒരു പരിധിവരെ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ തുടക്കത്തിൽ വിചാരിച്ചത് സീറ്റിൻ്റെ അല്ലെങ്കിൽ ഘടകകക്ഷികൾക്ക് സീറ്റ് വീതം വെക്കുന്നതിലൊക്കെ വലിയ ബഹളം ഉണ്ടാകുന്ന വിചാരിച്ചത്രയൊന്നും ഉണ്ടായിട്ടില്ല, കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. ചെറിയ തർക്കങ്ങളുണ്ട്, അത് ഉഭയകക്ഷിയിലൂടെ പരിഹരിക്കപ്പെടും. ഈ വികാരം, ജനങ്ങളുടെ ഒരു വികാരം മനസ്സിലാക്കിക്കൊണ്ട് UDF-ലെ ഘടകകക്ഷി നേതാക്കൾ മുന്നോട്ട് പോകുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ്, ഒരു ശുഭപ്രതീക്ഷയാണ് ഞാൻ വെച്ച് പുലർത്തുന്നത്. തീർച്ചയായിട്ടും. ഈ സാമുദായിക സംഘടനകളുടെ കാര്യം നേരത്തെ ഇവിടെ പറഞ്ഞു. ഏത് മുന്നണി വന്നാലും ഈ സാമുദായിക സംഘടനകളുടെ സ്വാധീനം ഇതുപോലെയുണ്ട്. അത്യാവശ്യം ആരെയും ഉപയോഗിക്കാവുന്ന മാനസികാവസ്ഥയിലാണ് രണ്ട് മുന്നണികളും. അതാണ് ശ്രീ ജെയിംസ് ഇവിടെ പറഞ്ഞത്. യോജിക്കുന്നുണ്ടോ അതിനോട്? സാമുദായിക സംഘടനകൾ ഒരു ചരിത്രപരമായ വസ്തുത തന്നെയാണ്. നാം ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അവ ഇവിടെയുണ്ട്. പക്ഷേ അവയോടുള്ള സമീപനം എന്ത്? അതാണ് പ്രധാന പ്രശ്നം. കാരണം സാമുദായിക സംഘടനകൾ വർഗീയ സംഘടനകളല്ല കേരളത്തിൽ. മറിച്ച് അത് കേരളത്തിൻ്റെ ഡെമോക്രറ്റൈസേഷൻ പ്രോസസ്സിൽ കുറച്ച് പുറകിൽ നിൽക്കുന്ന പ്രസ്ഥാനമാണ്. അതാണ്. അല്ലാതെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കാണുന്ന മാതിരി വർഗീയതയുടെ വിഷമം വമിക്കുന്ന സംഘടനകളൊന്നും അല്ല ഇവ. ഈ വർഗീയ സംഘടനകൾ എന്ന് പറയുന്നതിൽ നിന്ന് ഒരുപക്ഷെ ഉത്തരേന്ത്യൻ രീതി വെച്ച് നോക്കിയാൽ വർഗീയത ഉണ്ടാവില്ല. പക്ഷെ ഞങ്ങളുടെ സമുദായത്തിന് നിശ്ചയമായി ആവശ്യമുള്ളതിൽ കൂടുതൽ അല്ലെങ്കിൽ അർഹമായതിൽ കൂടുതൽ പിടിച്ചു മേടിക്കുന്നതും അതും മറ്റൊരു കൊള്ളയടിക്കുന്ന ഒരു മനോഗതി ഉണ്ട് ഈ സ്ഥാപനങ്ങൾ. അത്തരം സാമുദായിക സംഘടനകളുടെ സ്വാധീനം ഈ സർക്കാരിലും നേരത്തെയുള്ള സർക്കാരിലും ഒരുപോലെയാണ് എന്ന് പറയുമ്പോൾ അതിലെ വ്യത്യാസമുണ്ട്. വ്യത്യാസം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഡെമോക്രാറ്റിക് ആയിരിക്കുന്ന ഒരു സെൻസിബിലിറ്റിയെ ഈ സാമുദായിക സംഘടനകൾ ശിഥിലമാക്കുന്ന ഒരു അവസ്ഥയെ കമ്മ്യൂണിസ്റ്റുകാർ അനുവദിക്കില്ല. ഇതാണ് പലപ്പോഴും അവരിന് ഒരു സംഘർഷത്തിൽ വരുന്നതിന് കാരണം. ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. കഴിഞ്ഞ മന്ത്രിസഭയിൽ CPIക്ക് 4 മന്ത്രിമാരുണ്ടായിരുന്നു. അവർ 4 പേരും ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടവരാണെന്ന് എപ്പോഴാണ് കേരളം അറിഞ്ഞത്? റഹ്മത്തുള്ള പറഞ്ഞപ്പോൾ. രാജിവെച്ചിട്ട് റഹ്മത്തുള്ള പറഞ്ഞ പ്രസ്താവനയാണ്. അത് ഒരു ഇഷ്യൂ ആയി വന്നതേ ഇല്ല കേരളത്തിൽ. ഒരിക്കലും SNDP പോലും അവകാശപ്പെട്ടിരുന്നില്ല. അങ്ങനെ ആ അർത്ഥത്തിൽ അതിനെ പാസിഫൈ ചെയ്യാൻ, അതിനപ്പുറത്ത് ഒരു ഡെമോക്രാറ്റിക് സ്പേസിൽ ഇതിനെ നോക്കിക്കാണാൻ പറ്റുന്ന ഒരു പ്രേരണ ഘടകം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കുണ്ട് കേരളത്തിൽ. അതും ഒരു ചരിത്രപരമായ വസ്തുതയാണ്. അതാണ് PP ജെയിംസ് കാണാതെ പോകുന്നത്. മറ്റത് കാണരുതെന്നല്ല ഞാൻ പറയുന്നത്. അവരെ ഉപയോഗിക്കുന്നതും അവർ പറയുന്നത് കേൾക്കുന്നതും. ഞാൻ ആ വ്യത്യാസം പറയാം. കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു നായർ മന്ത്രി വന്നു. ആ നായർ മന്ത്രിയേക്കാൾ മെച്ചപ്പെട്ട നായർ മന്ത്രിക്ക് സാധ്യതയുണ്ട്, ഒന്നിലധികം സാധ്യതകളുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ന് ചോദിച്ചപ്പോൾ അവർ തന്ന വിശദീകരണം എന്തായിരുന്നു? NSS ഇഷ്ടപ്പെടുന്ന ആളെ മന്ത്രിയാക്കേണ്ട ഒരു അവസ്ഥ കോൺഗ്രസിന് എങ്ങനെ വരുന്നു? ഏത് നായരെ തന്നെ ആക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത്. അത്രത്തോളം പോകുന്ന ഒരവസ്ഥയിൽ സമ്മർദ്ദതന്ത്രങ്ങൾ വളരെ വലുതായിരിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ PP ജെയിംസ് പറഞ്ഞില്ലേ, ഒരു അടി കിട്ടിയിട്ടും മനസ്സിലാക്കാതെ പോകുന്നത്. സമുദായ സംഘടനകൾ അവരുടെ പ്രാതിനിധ്യത്തിന് വേണ്ടി ശക്തിയായി വാദിക്കുന്ന ഒരവസ്ഥ കോൺഗ്രസിന്റെ അംഗബലത്തിന്റെ കുറവ് മൂലം സംജാതമായിരിക്കുന്നു. കോൺഗ്രസ് നേരിടാൻ പോകുന്ന വെല്ലുവിളി. അതൊരു കൃത്യമായ നിരീക്ഷണമല്ലേ? ഞാനത് 100% CPM ഇടതുപക്ഷം UDF LDF ഒരുപോലെയാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഈ CPM-ൽ ജാതി സംഘടനകളിൽപ്പെട്ട ഇതിനെക്കുറിച്ചൊക്കെ ആൾക്കാർക്ക് അറിയാത്തതുകൊണ്ടൊന്നല്ല. അതൊക്കെ അത്യാവശ്യം നല്ല ബോധ്യമുണ്ട്. ആർക്കാണ് കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ നല്ല ബോധ്യമുണ്ട്. അത് ശരിയാണ്. UDF-ൽ പറയുന്ന പോലെ പരസ്യമായിട്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഉമ്മൻചാണ്ടിയുടെ ഒരു വളരെ പ്രസിദ്ധമായൊരു മറുപടിയുണ്ട്.